നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിടനാട്ടിലും ഈരാറ്റുപേട്ട നഗരസഭയിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കേരള കോൺഗ്രസ് എം. തിടനാട് പഞ്ചായത്തിൽ 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണവും തുടങ്ങി. LDF മത്സരിക്കുന്ന രാമപുരം ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിലും ധാരണ. പൊൻകുന്നത്ത് വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ചിറക്കടവ് സ്വദേശി അനൂപ് രവി. അപകടമുണ്ടായത് സ്കൂട്ടർ ഇന്നോവ കാറുമായി കൂട്ടിയിടിച്ച്. ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുൻപ് ഏറ്റുമാനൂർ ഇടത്താവളത്തിൽ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി VN വാസവൻ. ഏറ്റുമാനൂരിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നു. കീഴമ്പാറയ്ക്ക് സമീപം ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ട് കാറിലിടിച്ചു. അപകടത്തിൽപ്പെട്ടത് ഈരാറ്റുപേട്ട ഫയർഫോഴ്സിന്റെ വാഹനം. അപകടം തെറ്റായ ദിശയിലെത്തിയ ഓട്ടോയെ ഇടിക്കാതിരിക്കാൻ ശ്രമിച്ചപ്പോൾ ആർക്കും പരിക്കില്ല. തിടനാട്ടിലും ഈരാറ്റുപേട്ട നഗരസഭയിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കേരള കോൺഗ്രസ് എം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF മത്സരിക്കുന്ന രാമപുരം ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിലും ധാരണയായിട്ടുണ്ട്. ആകെയുള്ള 19 സീറ്റിൽ 13 കേരള കോൺഗ്രസ് എം, 4 സീറ്റിൽ CPM, 2 സീറ്റിൽ CPIM മത്സരിക്കുന്നതിനാണ് ധാരണയായത്. പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ഭാഗമായ തിടനാട് പഞ്ചായത്തിൽ 4 സ്ഥാനാർത്ഥികളെ കേരള കോൺഗ്രസ് എം പ്രഖ്യാപിച്ച് പ്രചാരണ പോസ്റ്റുകളും പ്രസിദ്ധീകരിച്ച് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഈരാറ്റുപേട്ട നഗരസഭയിലെ കേരള കോൺഗ്രസ് എം സീറ്റിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പൊൻകുന്നം ഇളങ്കുളം SNDP ഗുരുമന്ദിരത്തിന് സമീപം മിഥുലാപുരിയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ചിറക്കടവ് ഈസ്റ്റ് താവൂർ തെന്നമ്പറമ്പിൽ അനൂപ് രവിയാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. അനൂപ് സഞ്ചരിച്ച സ്കൂട്ടർ ഇന്നോവ കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് അനൂപിനെ ഉടൻ തന്നെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുൻപ് ഏറ്റുമാനൂർ ഇടത്താവളത്തിൽ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഏറ്റുമാനൂരിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീർത്ഥാടനം സുഗമമാക്കുന്നതിനായി എല്ലാ വകുപ്പുകളും യോജിച്ച് പ്രവർത്തിക്കണമെന്നും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഏറ്റുമാനൂർ എക്സ്റ്റൻഷൻ കൗണ്ടറിൽ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കൂടി നിയമിക്കണമെന്നും കൗണ്ടർ വൈകിട്ടും തുറന്നു പ്രവർത്തിക്കണമെന്നും തിരക്കനുസരിച്ച് ഏറ്റുമാനൂരിൽ നിന്ന് പമ്പയിലേക്ക് KSRTC കൂടുതൽ ബസ് സർവീസുകൾ നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ക്ഷേത്ര പരിസരത്തും ടൗണിലും കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അടുത്തയാഴ്ച മുതൽ ഇവ പ്രവർത്തനക്ഷമമാകും. വടക്കേ ഗോപുരനടയിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ വർഷം ശബരിമലയിൽ 55 ലക്ഷം പേർ തീർത്ഥാടനത്തിനെത്തിയിട്ടും ഒരു പരാതി പോലും ഉയരാതിരുന്നത് എല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണെന്ന് യോഗത്തിൽ സംസാരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. തീർത്ഥാടന കാലത്ത് ഏറ്റുമാനൂർ ഇടത്താവളത്തിൽ ഒരുക്കുന്ന സൗകര്യങ്ങൾ വിവിധ വകുപ്പ് മേധാവികൾ വിശദീകരിച്ചു. ക്ഷേത്ര പരിസരത്ത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കും. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഇത്തവണയും 70 പോലീസുകാരെ ഏറ്റുമാനൂരിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കും. പോലീസ് എയ്ഡ് പോസ്റ്റും ഉണ്ടാകും. എക്സൈസിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്തെ കടകളിൽ പ്രത്യേക പരിശോധന നടത്തും. എക്സൈസ് റേഞ്ച് ഓഫീസ് ക്രമീകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഉണ്ടാകും. ആരോഗ്യ വകുപ്പിന് കീഴിൽ ഡോക്ടർ ഉൾപ്പെടുന്ന മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തിക്കും. 24 മണിക്കൂറും ആംബുലൻസ് സേവനവും ഉറപ്പുവരുത്തും. KSRTC കോട്ടയത്ത് നിന്നുള്ള പമ്പ സർവീസിനായി ആദ്യഘട്ടത്തിൽ 50 ബസ്സുകളും പിന്നീട് 20 ബസ്സുകളും അധികമായി അനുവദിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് പമ്പ സർവീസ് ഉണ്ടാകും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അഗ്നിരക്ഷാ യൂണിറ്റ് ക്ഷേത്ര പരിസരത്തുണ്ടാകും. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷണശാലകളിൽ നിരന്തരമായി പരിശോധന നടത്തും. വകുപ്പിന്റെ മൊബൈൽ ലാബ് പ്രവർത്തിക്കും. പൊതുവിതരണ വകുപ്പ് ഇടത്താവളങ്ങളിൽ 10 രൂപയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നഗര ശുചീകരണത്തിന് നഗരസഭ കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചു. തെരുവ് വിളക്കുകളെല്ലാം കത്തുന്നുവെന്നും ഉറപ്പാക്കും. ഏറ്റുമാനൂർ ശ്രീ കൈലാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ്, നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ്, ADM S. ശ്രീജിത്ത്, കോട്ടയം RDO ജിനു പുന്നൂസ്, കോട്ടയം തഹസീൽദാർ SN അനിൽകുമാർ, കാഞ്ഞിരപ്പള്ളി തഹസീൽദാർ AM ബിജിമോൾ, ഏറ്റുമാനൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ES ബിജു, പാലാ DYSP K. സദൻ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ടിപ്സൺ തോമസ്, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് PK രാജൻ, സെക്രട്ടറി മഹേഷ് രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ കീഴമ്പാറയ്ക്ക് സമീപം ഈരാറ്റുപേട്ട ഡിപ്പോയിലെ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ട കാറിലിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. ഈരാറ്റുപേട്ടയിൽ നിന്നും ഭരണങ്ങാനത്തേക്ക് മരം മുറിച്ച് നീക്കുന്നതിനായി പോയതായിരുന്നു ഫയർഫോഴ്സ്. തെറ്റായ ദിശയിലെത്തിയ ഓട്ടോയെ ഇടിക്കാതിരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിൽ ഇടിച്ചത്.
നടന്ന വികസന സദസ്സിന് മുന്നിൽ മഴയത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് ചാണ്ടി ഉമ്മൻ MLA. മിനി സിവിൽ സ്റ്റേഷൻ പദ്ധതിക്ക് അനുമതിയില്ലാതെ ഉമ്മൻചാണ്ടിയുടെ പേരും ചിത്രവും ഉപയോഗിച്ചതിലാണ് പ്രതിഷേധം. പണി പൂർത്തിയാവാത്ത മിനി സിവിൽ സ്റ്റേഷൻ പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിടുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. തർക്കത്തിനില്ല, പ്രതിഷേധം മാത്രമാണ് അറിയിക്കുന്നത്. പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നത് അനിവാര്യമാണ്. 5 വർഷമായി ഒന്നും ചെയ്യാത്ത കെട്ടിടമാണ് മിനി സിവിൽ സ്റ്റേഷൻ. അതിന് പിതാവിന്റെ പേരിടുന്നത് അനുവദിക്കില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഫേസ് 2 ഉദ്ഘാടനം എന്നാ പറയുന്നത്. ഉമ്മൻചാണ്ടി സ്മാരക സിവിൽ സ്റ്റേഷൻ ഫസ്റ്റ് ഫേസ് എന്ത് ചെയ്യേ? ആ ഫസ്റ്റ് ഫേസിൽ ഒന്നുമില്ല. അവിടെ എന്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊടുത്ത 1 കോടി അതിന്റെ പണി നടക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ആ ബിൽഡിംഗ് പൂർത്തിയാകാതാണ് ഫേസ് 2 പോകുന്നത്. ഫേസ് 1 എന്ത് ചെയ്യുന്നുള്ള ചോദ്യം സർക്കാരിനോട് ഞാൻ ചോദിക്കുകയാണ്. ഈ മണ്ഡലത്തോട് കാണിക്കുന്ന അവഗണനയുടെ തുടർച്ചയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇതിനെതിരെ പ്രതികരണം ഉണ്ടായിരിക്കും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, 2 വർഷമായി പുതുപ്പള്ളിയോട് കാണിക്കുന്ന അവഗണന ഞാൻ MLA ആയ ശേഷം ഞാൻ അറിയുന്നതാണ്. അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇത് നടക്കുന്നത്. റോഡ് വികസനം, ജലജീവൻ പദ്ധതി, കൃഷി ചർച്ചയായി പാലക്കുഴ പഞ്ചായത്തിലെ പോരാട്ടം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദൃശ്യന്യൂസ് സംഘടിപ്പിക്കുന്ന ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണം എറണാകുളം ജില്ലയിലെ പാലക്കുഴയിൽ നടന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും വികസനങ്ങളും ഉൾപ്പെടെ ചർച്ച ചെയ്തു. കാർഷിക വിപണി ഹാളിൽ നടന്ന പരിപാടിയിൽ LDF പ്രതിനിധികളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയ KA, ലോക്കൽ സെക്രട്ടറി ജോഷി സ്കറിയ, UDF പ്രതിനിധികളായി ഗ്രാമപഞ്ചായത്ത് അംഗം മേഴ്സി ജോസ്, മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ്, NDA പ്രതിനിധിയായി ദീപക് S എന്നിവർ പങ്കെടുത്തു. ദൃശ്യന്യൂസ് ചെയർമാൻ PSCB അവതാരകനായിരുന്നു. ചെലവാക്കി എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് ചെലവാക്കിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പറഞ്ഞേക്കാളും കൂടുതൽ പാർട്ടിയുടെ നേതാവിനാണ് പറയാനുള്ളത്. ഈ 1-2 കാര്യങ്ങൾ പഞ്ചായത്തിന്റെ സൂചിപ്പിക്കാം. അതില് ആശുപത്രി വികസനം, സ്റ്റേഡിയം, ESI ഹോസ്പിറ്റൽ, റിംഗ് റോഡ് തുടങ്ങിയവ ചർച്ചയായി കൂത്താട്ടുകുളം നഗരസഭയിലെ പോരാട്ടം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദൃശ്യന്യൂസ് സംഘടിപ്പിക്കുന്ന ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണം എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് നടന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും വികസനങ്ങളും ഉൾപ്പെടെ ചർച്ച ചെയ്തു. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ UDF പ്രതിനിധികളായി കൗൺസിലർ പ്രിൻസ് പോൾ ജോൺ, മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ, LDF പ്രതിനിധികളായി സണ്ണി കുര്യാക്കോസ്, ബിജോ പൗലോസ് എന്നിവരും NDA പ്രതിനിധിയായി റോയി എബ്രാഹിം എന്നിവരും പങ്കെടുത്തു. ദൃശ്യന്യൂസ് ചെയർമാൻ PSCB അവതാരകനായിരുന്നു. ഞാൻ വെല്ലുവിളിച്ച് പറയാം, ഞാൻ പല ഫയലുകൾ എടുത്ത് കാണിച്ചുകൊണ്ട് പറയാം ഇവിടുത്തെ കെടുകാര്യസ്ഥത ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ സാധാരണക്കാർക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സാധ്യതകളില്ലാത്തവരെയും സഹായിക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യത്വമെന്ന് CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ പറഞ്ഞു. CSI മധ്യകേരള മഹായിടവക സ്ത്രീജന സഖ്യം ഈസ്റ്റ് സോൺ വനിതാരവം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുന്നവേലി, മല്ലപ്പള്ളി, മുണ്ടക്കയം വൈദിക ജില്ലകളുടെ സംയുക്താഭിമുഖ്യത്തിൽ മല്ലപ്പള്ളി, പുന്നവേലി CMS ഹൈസ്കൂൾ മൈതാനിയിൽ നടന്ന പരിപാടി സഭാവിശ്വാസികളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. സമൂഹത്തിലെ ഭിന്നശേഷിക്കാരെയും അവഗണന നേരിടുന്ന യുവതികളെയും കരുതുന്നതിലൂടെ അവർക്ക് ആശ്വാസം പകരുന്നതിന് മഹായിടവക സ്ത്രീജന സഖ്യം നേതൃത്വം നൽകുന്ന കാണക്കാരി ആശാഭവൻ, മുംബൈ ഷാലോം മിഷൻ തുടങ്ങിയ പദ്ധതികളിലൂടെ കഴിയുന്നുണ്ടെന്ന് ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ പറഞ്ഞു. രണ്ടാമത്തെ തിരി മധ്യകേരള മഹായിടവക സ്ത്രീജന സഖ്യ പ്രസിഡന്റ്. ഇങ്ങനെ വ്യത്യസ്തമായ തുറകളിലാണ്. ഇതാണ് ആശ്വാസം കണ്ടെത്തുന്ന മേഖലകൾ. അപ്പോൾ കരുതലിൻ്റെ കരങ്ങളായി നാം മാറുന്നു. സ്ത്രീജന സഖ്യം അതിന് മുന്നിട്ടിറങ്ങുന്നു. പല ഇടങ്ങളിൽ നിന്ന് ഇവിടെ വരുമ്പോഴുള്ള ഒത്തുചേരൽ, ഇതെല്ലാം ബന്ധങ്ങൾ വളർത്തുകയും മാനുഷിക സ്നേഹത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്തോ
സാധ്യതയില്ലാത്തവരെ കരുതുന്ന മനോഭാവം. സ്ത്രീജന സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജെസി സാറാക്കോശി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. മഹായിടവക വൈദിക സെക്രട്ടറി റവറൻ അനിയൻ കെ പോൾ, ട്രഷറർ റവറൻ ജിജി ജോൺ ജേക്കബ്, വനിതാരവം ജനറൽ കൺവീനർ റവറൻ ഷിബിൻ വർഗീസ്, വൈദിക ജില്ലാ ചെയർമാൻമാരായ റവറൻ ദാസ് ജോർജ്, റവറൻ ഡാനിയൽ എം ജേക്കബ്, റവറൻ ഷാജി എം ജോൺസൺ, സ്ത്രീജന സഖ്യം വൈസ് പ്രസിഡന്റ് സാലി ജേക്കബ്, സെക്രട്ടറി നിഷ ഗ്രേസ് നൈനാൻ, ട്രഷറർ ജയ അനു തോമസ്, സ്ത്രീജന സഖ്യം വൈദിക ജില്ലാ സെക്രട്ടറിമാരായ സിന്ധു ഡാനിയൽ, മറിയം ക്രിസ്റ്റീന തോമസ്, സംഗീത് മറിയം തോമസ്, ജില്ലാ സെക്രട്ടറിമാരായ കൃപ ഗ്രേസ് ജോൺ, ലിസി ജേക്കബ്, അനിത ബാബു, വൈദിക ജില്ലാ കൗൺസിൽ സെക്രട്ടറിമാരായ ജോൺ മാത്യു, സോജൻ ചാക്കോ, ടി ജെ ജോൺസൺ, പബ്ലിസിറ്റി കൺവീനർ റവറൻ ടി ടി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. ഭക്ഷ്യ വിപണന മേള, കുടുംബ സംഗമം, കലാവിരുന്ന് എന്നിവയോടെയാണ് വനിതാരവം സംഘടിപ്പിച്ചത്. ഭക്ഷ്യമേളയ്ക്ക് വളരെയധികം ജനപിന്തുണയാണ് ലഭിച്ചത്. വ്യത്യസ്തതരം സ്റ്റാളുകളിലായാണ് ഭക്ഷ്യമേള ഒരുക്കിയത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ ഉദ്യമങ്ങൾക്കുമുള്ള ധനസമാഹരണാർത്ഥം നടത്തിയ മഹാസംഗമം സഭാവിശ്വാസികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പുന്നവേലി സെന്റ് ജെയിംസ് CSI ദേവാലയത്തിൽ നിന്നും റാലിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. മഹായിടവക സ്ത്രീജന സഖ്യം ആരംഭം കുറിച്ച ഇന്ന് കല്യാണിൽ ആസ്ഥാനമായി നിലകൊള്ളുന്ന, മുംബൈയിൽ നിലകൊള്ളുന്ന ശാലേം മിഷന്റെ സാമ്പത്തിക സന്ധിപ്പിന് വേണ്ടി സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന വിശുദ്ധ വനിതാരവം വേർതിരിച്ചിരിക്കുന്നു. വനിതാരവം ജനങ്ങളുടെ മുൻകീരന്മാരായി രാഷ്ട്രീയ സ്ത്രീജന സഖ്യം, യുവജന സഖ്യം പ്രവർത്തകരും സൺഡേ സ്കൂൾ കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് ചടങ്ങിനെ ഹൃദ്യമാക്കി. വിശ്വസിക്കാൻ സാധ്യം പിടിച്ചതി സ്നേഹത്താൽ മാത്രമല്ലോ തമ്പുരാൻ കർത്താവിൻ തിരുളി. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. തകർന്നു കിടക്കുന്ന അറുന്നൂറ്റിമംഗലം ഞീഴൂർ റോഡിന്റെ പണിക്ക് പണം അനുവദിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്യാൻ ഞീഴൂരിൽ എത്തിയ MLAയോട് നാട്ടുകാരന്റെ ചോദ്യത്തിന് മറുപടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ റോഡ് വാട്ടർ അതോറിറ്റിക്ക് പൈപ്പ് ഇടാൻ വേണ്ടി കൊടുത്തതാണ്. രണ്ട് വകുപ്പും, ഒന്ന് മുഹമ്മദ് റിയാസാണ് PWD മന്ത്രി, ഒരു മന്ത്രി നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ മന്ത്രി നമ്മുടെ റോഷി അഗസ്റ്റിനാണ്. രണ്ട് വകുപ്പ്, ഞാൻ മന്ത്രിയല്ല, നിങ്ങൾക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷത്തെ MLA ആണെങ്കിലും വാട്ടർ അതോറിറ്റിക്ക് പൈപ്പ് ഇടാൻ കൊടുത്തത് സമയത്ത് പൈപ്പ് ഇട്ട് തീർന്ന ശേഷം തിരിച്ചു കൊടുത്ത് പൈസ അടയ്ക്കാൻ തയ്യാറായില്ല. 3 വർഷം കഴിഞ്ഞപ്പോഴാണ് പൈസ അടയ്ക്കുന്നത്. പൈസ അടച്ചപ്പോൾ വർക്ക് നമ്മൾ ടെൻഡർ ചെയ്തു. ഇപ്പോൾ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് എടുപ്പിച്ചു. PWD അതിനകത്ത് ബാക്കി 50 ലക്ഷം രൂപയുടെ കുറവുണ്ട്. PWD മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മുടെ കത്ത് കൊടുത്തിരിക്കുകയാണ്.
കാരണം ഇത് 3 വർഷം മുമ്പെടുത്ത എസ്റ്റിമേറ്റ് ആണ്. ഇപ്പൊ ഇത് മുഴുവൻ ടാർ ചെയ്ത് പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് ഈ റോഡിൽ ഇനി 50 ലക്ഷം രൂപ വേണം. പണ്ടാണെങ്കിൽ ഈ തുകയ്ക്ക് തീർന്നതിന് ഇപ്പൊ തീരണമെങ്കിൽ 50 ലക്ഷം രൂപ വേണം. മുഹമ്മദ് റിയാസിന്റെ ഉദ്യോഗസ്ഥന്മാർ, മോഹൻ ജോസഫിന്റെ ഉദ്യോഗസ്ഥന്മാരല്ല, പീഡപ്പടി മന്ത്രിയുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ എസ്റ്റിമേറ്റ് എടുത്ത് അറിയിച്ചിട്ടുണ്ട്. 50 ലക്ഷം കൂടി ഉണ്ടെങ്കിൽ ടാർ ചെയ്യണം. കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർമൂഴി കർഷക സൗഹൃദ ലിങ്ക് റോഡിന്റെ ഭാഗമായുള്ള മണ്ണാറക്കയത്തെ കലുങ്കിന്റെ നിർമ്മാണം തുടരാമെന്ന ഹൈക്കോടതി ഇടക്കാല വിധിയിലൂടെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പ്രദേശവാസികളായ കുടുംബങ്ങൾ നൽകിയ ഹർജിയിൽ അടുത്ത മാസം 7-ന് വീണ്ടും ഹൈക്കോടതി വാദം കേൾക്കും. ഹർജിക്കാരുടെ വസ്തുവകകൾക്ക് ദോഷമുണ്ടാക്കാത്ത വിധം കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർമൂഴി കർഷക സൗഹൃദ ലിങ്ക് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ ഹർജിക്കാരെ അതാത് സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് വീണ്ടും കേസ് പരിഗണിച്ചപ്പോഴാണ് ഈ കോടതി ഉത്തരവ് മൂലം നിലവിലെ റോഡിന്റെ ഭാഗമായ കലുങ്കിന്റെ പണി നടത്തുവാൻ സാധിക്കുന്നില്ലെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡിന് വേണ്ടി ഹാജരായ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. കലുങ്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പണികൾ നടത്താൻ ഹർജിക്കാരുടെ സ്വത്തുകളിൽ പ്രവേശിക്കേണ്ട ആവശ്യമില്ലെന്നും ഇദ്ദേഹം വാദിച്ചു. ഇതനുസരിച്ചുകൊണ്ടാണ് കലുങ്കിന്റെ നിർമ്മാണവുമായി മുൻപോട്ടു പോകാൻ കോടതി അനുമതി നൽകിയത്. കാഞ്ഞിരപ്പള്ളി മണിമല കുളത്തൂർമൂഴി കർഷക സൗഹൃദ ലിങ്ക് റോഡ് നിർമ്മാണത്തിനെതിരെ വഴിയരികിൽ താമസിക്കുന്ന 7ഓളം വീട്ടുകാരാണ് കോടതിയെ സമീപിച്ചത്. ഇവർ നേരത്തെ റോഡ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. കാഞ്ഞിരപ്പള്ളി മണിമല റോഡിൽ മണ്ണാറക്കയം ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും മണിമല ഭാഗത്തേക്കുള്ള 360 മീറ്റർ ദൂരത്തെ റോഡ് നവീകരണത്തിനെതിരെയാണ് ഈ ഭാഗത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന 7 വീട്ടുകാർ പ്രതിഷേധമുയർത്തുന്നതും പരാതിയുമായി കോടതിയെ സമീപിച്ചതും. ഈ ഭാഗത്ത് അശാസ്ത്രീയമായ അലൈൻമെന്റാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നും ഇതുപ്രകാരം റോഡിന് വീതി കൂട്ടിയാൽ തങ്ങളുടെ വീടുകളുടെ അകത്തുകൂടി റോഡ് വരുമെന്നുമാണ് ഇവരുടെ ആരോപണം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വൈക്കത്തഷ്ടമി മഹോത്സവത്തിന്റെ മുന്നോടിയായി നടത്തുന്ന പുള്ളിസന്ധ്യവേല ആരംഭിച്ചു. വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം എതിർത്ത ശ്രീബലിക്കായി വൈക്കത്തപ്പന്റെ തങ്കത്തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഗജവീരൻ കണ്ടിയൂർ പ്രേംശങ്കർ തിടമ്പേറ്റി. ക്ഷേത്രനഗരിയെ കുളിരണിയിച്ചുകൊണ്ട് കോരിച്ചൊഴിയുന്ന മഴയത്തും വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പ് സമാപിച്ചു. വൈകിട്ട് വിളക്കിനെഴുന്നള്ളിപ്പും നടന്നു. രാവിലെയും വൈകിട്ടും ആനപ്പുറത്ത് ശ്രീബലി, മണ്ഡപത്തിൽ വാരമിരിക്കൽ, വിളക്ക് എന്നിവയാണ് സന്ധ്യവേലയുടെ പ്രധാന ചടങ്ങുകൾ. ദേവസ്വം ഭാരവാഹികളും ഭക്തരും ഉത്സവത്തിന് മുന്നോടിയായി വൈക്കത്തപ്പനെ വന്ദിച്ച് ആഘോഷപൂർവ്വം നടത്തുന്ന ചടങ്ങാണ് പുള്ളിസന്ധ്യവേല. ചടങ്ങുകൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ JS വിഷ്ണു നേതൃത്വം നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.